ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഒക്ടോബർ മാസത്തിൽ ഫുൾ മൂൺ എന്നാണ് എപ്പോഴാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേ രീതിയിൽ നമുക്ക് മിൽക്കി വേ ഒക്ടോബർ മാസത്തിൽ ഏത് ടൈമാണ് ഏറ്റവും നല്ല മിൽക്കി വേ ഫോട്ടോസ് എടുക്കാൻ കഴിയുന്നതെന്ന് കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. അപ്പം ഇന്നേ ദിവസം ഒക്ടോബർ 6-ാം തീയതിയും 7-ാം തീയതിയും രാത്രിയായിട്ടാണ് നമുക്ക് ഒക്ടോബറിലെ ഫുൾ മൂൺ കാണാൻ കഴിയുന്നത്. ഈ ഫുൾ മൂണിന് 2-3 പേരിൽ അറിയപ്പെടുന്നുണ്ട്. സൂപ്പർ മൂൺ എന്നും അതുപോലെ തന്നെ ഹാർവസ്റ്റ് മൂൺ എന്നും ഹണ്ടേഴ്സ് മൂൺ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ കാരണം ഇങ്ങനെയൊക്കെ പേര് വിളിക്കാൻ കാരണം നമ്മുടെ ഭൂമിക്ക് കുറച്ച് അടുത്തായിട്ടാണ്, സാധാരണ കാണുന്നതിനേക്കാളും അടുത്തായിട്ടാണ് ഇത്തവണ ഈ മൂണ് വന്ന് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സൂപ്പർ മൂൺ എന്ന് പറയാൻ കാരണം. ഇതിന് വളരെ ബ്രൈറ്റ് ആയിട്ട് നമുക്ക് അടുത്ത് വന്ന് നിൽക്കുന്നതുകൊണ്ട് ഇതിനെ കാണാൻ നല്ല വലിപ്പത്തിലും അതായത് ഇതിൽ നല്ല ലൈറ്റിങ്ങിലും നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്നത് കൊണ്ട് തന്നെ പണ്ടുള്ള കാലങ്ങളിൽ ഈ ഒരു ടൈമിൽ ആൾക്കാർ ഹണ്ടിങ്ങിന് പോവുകയും അതുപോലെ തന്നെ കർഷകർ വിളവെടുപ്പിനൊക്കെ രാത്രി ഈ ഒരു ലൈറ്റ് യൂസ് ചെയ്തിട്ട് അവരങ്ങനെ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇത്രയും ബ്രൈറ്റ് ലൈറ്റ് ഉള്ളത് കൊണ്ടാണ് ഇതിനെ ഈ ഒരു പേരിലൊക്കെ അറിയപ്പെടുന്നത്. ഹണ്ടേഴ്സ് മൂണെന്നും സൂപ്പർ മൂണെന്നും ഹാർവസ്റ്റ് മൂണെന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. അപ്പം പിന്നെ ഈ മിൽക്കി വേ ഒരു കാര്യം എനിക്ക് ഇന്നലെ ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, മിൽക്കി വേ ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മിൽക്കി വേ ഈ ഫുൾ മൂണിൻ്റെ തൊട്ട് മുമ്പിലുള്ള 5 ദിവസങ്ങളിലും പിമ്പിലുള്ള 5 ദിവസങ്ങളിലും നമ്മൾ മാക്സിമം എടുക്കാതിരിക്കാൻ ശ്രമിക്കാം. കാരണം നല്ല ലൈറ്റ് ഉണ്ടായിരിക്കും. ഫുൾ മൂൺ വരുമ്പോൾ അറിയാമല്ലോ, നമുക്ക് നല്ല ലൈറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ടൈമിൽ നമ്മൾ മാക്സിമം എന്നല്ല, കിട്ടില്ല, മാക്സിമം അത് നമ്മൾ എടുക്കാതിരിക്കാൻ തന്നെ ട്രൈ ചെയ്യുക. അപ്പോൾ എപ്പോഴാണ് എടുക്കേണ്ടതെന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഈ കറുത്ത വാവ് ദിനം. അപ്പോൾ ഈ മാസത്തിൽ നമുക്ക് ഒക്ടോബർ 22-ാം തീയതിയാണ് കറുത്ത വാവ് എന്ന് വെച്ചാൽ മൂണില്ലാതെ നമുക്ക് കാണാൻ കഴിയുന്ന ദിവസം. അപ്പോൾ അതിനുള്ള അടുത്തുള്ള തൊട്ട് മുമ്പിലോട്ടും പിമ്പിലോട്ടുള്ള 5 ദിവസങ്ങളിൽ നമ്മൾ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മൂൺ ലൈറ്റിൻ്റെ ആ ഒരു ലൈറ്റ് പൊല്യൂഷൻ വളരെ കുറവായിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ എന്തായാലും വീഡിയോ എടുക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു ഫുൾ മൂൺ കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എന്ന് വെച്ചാൽ നമുക്കിത് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതാണ് ഏറ്റവും രീതിയിൽ നല്ല. ആ ഒരു ബ്രൈറ്റ്നസ്സും നമുക്ക് ആ ഒരു വെളിച്ചവും ആ വലിപ്പവും കണ്ണുകൊണ്ട് കാണാനാണ് ഏറ്റവും നല്ലത്. ഫോട്ടോയിലൊന്നും അത്ര ഇത് കിട്ടാൻ ചാൻസ് ഇല്ല. മനസ്സിലായി, എല്ലാവർക്കും അത് ഫോട്ടോയിൽ കിട്ടണമെന്നില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫുൾ മൂൺ കാണാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും ഇന്ന് രാത്രി നാളെയായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.